വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. തുടരെ 6 പരാജയങ്ങളുമായി പഞ്ചാബ് സൂപ്പർ കിങ്സ് പുറത്താകലിൻ്റെ വക്കിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യം പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് കരുതിയ ഒരു ടീമിനാണ് ഇത്ര ദയനീയമായ ഒരവസ്ഥ വന്നിരിക്കുന്നത്. ഇനി പഞ്ചാബ് സൂപ്പർ കിങ്സിന് വല്ല സാധ്യതയുമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. നേരിയ സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പഞ്ചാബിന് ശേഷിക്കുന്നത് ഒരു മത്സരം മാത്രമാണുള്ളത്. 13 മത്സരങ്ങളിൽ നിലവിലുള്ളത് 13 പോയിന്റാണ്. 4ാം സ്ഥാനത്താണുള്ളത്. 1ാം സ്ഥാനത്ത് 18 പോയിന്റോടെ RCB ഉണ്ട്. 2ാം സ്ഥാനത്ത് ഗുജറാത്ത് ഉണ്ട്. 3ാം സ്ഥാനത്ത് 14 പോയിന്റോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ഡൽഹിക്കെതിരെ നടക്കുന്ന മത്സരം അടക്കം ഇനി 3 മാച്ചുകളാണുള്ളത്. നിലവിൽ 12 പോയിന്റാണുള്ളത്. ഈ 3 മത്സരങ്ങളിൽ 2 രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുകയും ചെന്നൈ സൂപ്പർ കിങ്സിന് 12 മത്സരങ്ങളിൽ 12 പോയിന്റാണുള്ളത്. ഇനി ശേഷിക്കുന്നത് 2 മത്സരങ്ങളാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് അതിൽ ഒരു മത്സരം പരാജയപ്പെടുകയും ചെയ്താൽ പഞ്ചാബിന് ശേഷിക്കുന്ന മത്സരം LSTയുമായിട്ടാണ്. ആദ്യ റൗണ്ടിൽ LSTയുമായി ഏറ്റുമുട്ടിയപ്പോൾ 54 റൺസിന് LSTയെ പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ ശേഷിക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് LSTയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ 15 പോയിന്റ് ആകും പഞ്ചാബിന്. അങ്ങനെയാണെങ്കിൽ 4ാം സ്ഥാനക്കാരായിട്ട് പഞ്ചാബിന് പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നതാണ് നിലവിലെ കണക്കുകൾ. ഇതേ സാധ്യത KKRനും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. KKRന് നിലവിൽ 12 മത്സരങ്ങളിൽ 11 പോയിന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാൻ റോയൽസ് 2 മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെന്നൈ ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ 1 പരാജയപ്പെടുകയും പഞ്ചാബ് ശേഷിക്കുന്ന ഒരു മത്സരം പരാജയപ്പെടുകയും ചെയ്താൽ, അത് പറയാൻ കാരണം പഞ്ചാബിന് റൺ റേറ്റ് ഉണ്ട്. പഞ്ചാബ് അവിടെ വിജയിച്ചാൽ പിന്നെ KKRന് സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പഞ്ചാബും LSTയുമായി പരാജയപ്പെടുകയും ചെയ്താൽ അവിടെ KKR 15 പോയിന്റോടെ പ്ലേ ഓഫ് ഉറപ്പിക്കും. ഇതാണ് ഒറ്റ പോയിന്റിൽ നിൽക്കുന്ന 2 ടീമുകൾക്കുള്ള സാധ്യത. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം. പല ക്രിക്കറ്റ് ആരാധകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ LSTയുമായുള്ള മത്സരത്തിൽ വലിയൊരു റൺ റേറ്റ് വ്യത്യാസത്തിലാണ് ചെന്നൈ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ചെന്നൈക്ക് ഇനി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം. ചെന്നൈ സൂപ്പർ കിങ്സിനും സാധ്യതകളുണ്ട്. ചെന്നൈക്ക് ഇനി 2 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. രണ്ടും കടുത്ത മത്സരങ്ങളാണ്. കാരണം ഒന്ന് ഗുജറാത്തുമായിട്ടാണ്, ഒന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്തുമായി 8 വിക്കറ്റിനും സൺറൈസേഴ്സ് ഹൈദരാബാദുമായി 10 റൺസിനും പരാജയപ്പെട്ടതാണ്. ഇവിടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് പറഞ്ഞത്, ഇപ്പോഴും ഞങ്ങൾക്ക് പ്ലേ ഓഫിന്റെ സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും അവസാന 2 മത്സരങ്ങൾ വിജയിക്കാൻ തന്നെ ഞങ്ങൾ ശ്രമം നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ചെന്നൈയുടെ സാധ്യത ഇപ്രകാരമാണ്. ശേഷിക്കുന്ന 2 മത്സരങ്ങളും, അതായത് ഒന്ന് സൺറൈസ് ഹൈദരാബാദുമായും മറ്റൊന്ന് ഗുജറാത്തുമായും വിജയിക്കുക എന്നുള്ളതാണ് ആദ്യ കടമ്പ. ശേഷം മറ്റു ടീമുകളുടെ റിസൾട്ടുകൾ കൂടി നോക്കേണ്ടി വരും. കാരണം അവിടെയും ഒരു റൺ റേറ്റിന്റെ വിഷയം വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ചെന്നൈ സൂപ്പർ കിങ്സിന് റൺ റേറ്റ് ഒന്നും തന്നെ പ്രശ്നമാക്കാതെ എളുപ്പത്തിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള സാധ്യത ഇപ്രകാരമാണ്. നിലവിൽ RCB പ്ലേ ഓഫ് ഉറപ്പിച്ച് കഴിഞ്ഞു, 18 പോയിന്റാണ്. ഗുജറാത്തും ഏറെക്കുറെ ഉറപ്പായി 16 പോയിന്റ് ഉണ്ട്. ഇനി ശേഷിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് ഒരു മത്സരം. സൺറൈസ് ഹൈദരാബാദ് 12 മത്സരം പൂർത്തിയാക്കി 14 പോയിന്റാണുള്ളത്. ഇനി 2 മത്സരങ്ങളാണ് അവർക്ക് ശേഷിക്കുന്നത്. ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടും മറ്റൊന്ന് RCBയുമായിട്ടാണ്. ആ 2 മത്സരങ്ങളിൽ, അതായത് ചെന്നൈ സൂപ്പർ കിങ്സുമായും RCBയുമായും സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുക, ശേഷം ഗുജറാത്തുമായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈ വിജയിക്കുകയും ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് 16 പോയിന്റ് ആകും. ശേഷിക്കുന്ന 2 മത്സരങ്ങളും പരാജയപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് 14 തന്നെ നിൽക്കും. അതുകൊണ്ട് രാജസ്ഥാൻ ഇപ്പുറത്ത് ജയിച്ചു വന്നാലും, അതല്ലെങ്കിൽ പഞ്ചാബ് 15 പോയിന്റിൽ എത്തിയാലും ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫിലെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. റൺ റേറ്റും അവിടെ തടസ്സമാകില്ല. അപ്പോൾ 1ാം സ്ഥാനത്തുണ്ടാവുക 20 പോയിന്റോടെ RCB ആയിരിക്കും. 16 പോയിന്റോടെ 2ാം സ്ഥാനത്ത് ഗുജറാത്ത് ആയിരിക്കും. 3ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് 2 മത്സരങ്ങളിൽ ജയിച്ചാൽ 3ാം സ്ഥാനത്തുണ്ടാവും. 3 മത്സരങ്ങളും വിജയിച്ചാൽ 2ാം സ്ഥാനത്തുണ്ടാവും. അപ്പോഴും ചെന്നൈക്ക് 4ാം സ്ഥാനം അവിടെ സേഫാണ്. ഇങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സാധ്യത നിലനിൽക്കുന്നത്. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ സാധ്യത, അവർക്ക് ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 2 വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നിരിക്കൽ സൺറൈസ് ഹൈദരാബാദ് ഒരു മത്സരമെങ്കിലും പരാജയപ്പെടണം. എങ്കിലാണ് അവർക്ക് റൺ റേറ്റ് അവരെ സഹായത്തിനെത്തുകയുള്ളൂ. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ശേഷിക്കുന്ന മത്സരങ്ങൾ പരാജയപ്പെടുകയും വേണം. എങ്കിൽ രാജസ്ഥാൻ റോയൽസിനും അവിടെ സാധ്യതയുണ്ട്. ഇനി ഗുജറാത്തിന്റെ പ്ലേ ഓഫ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അത് ശേഷിക്കുന്ന 2 മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ച മാർജിനിൽ വിജയിക്കുന്നു. സൺറൈസ് ഹൈദരാബാദ് ചെന്നൈയോട് പരാജയപ്പെട്ടാലും RCBയോട്
വൻ മാർജിനിൽ വിജയിക്കുകയും ചെയ്യുന്നു. രാജസ്ഥാൻ റോയൽസ് ശേഷിക്കുന്ന 3 മത്സരങ്ങളും വിജയിക്കുന്നു. എന്നാൽ റൺ റേറ്റ് അടിസ്ഥാനത്തിൽ ഗുജറാത്ത് പിറകിൽ പോകും. അപ്പോൾ വരുന്നത് RCBയും രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സുമായിരിക്കും. ഇപ്രകാരമൊക്കെയാണ് വളരെ എളുപ്പത്തിൽ നിലവിലെ സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധ്യമായിട്ടുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.